ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ മതി, നമ്മുടെ വയറും മനസ്സും ഒക്കെ നിറയും. കണ്ണൂർ വരെ പോയി ഇത് കുടിക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇത് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ, കണ്ണൂർ കോക്ടെയിലാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. ഒരു വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് പീൽ ചെയ്ത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യാം. ഇനി ഇതൊരു 7-8 മിനിറ്റ് ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കണം. അത്യാവശ്യം സോഫ്റ്റ് ആവുന്നവരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴാണ് നമുക്ക് എളുപ്പത്തിൽ ഇത് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ വേണ്ട പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ കറക്കി വെച്ചേക്കണം. നല്ല പഴുത്ത മധുരമുള്ള കപ്പങ്ങ. ഇതിന് പല നാട്ടിലും പല പേരായതുകൊണ്ട് പപ്പായ എന്ന് പറയാം. അത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് കപ്പങ്ങയും വേവിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ട് തന്നെ നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇനിയാണ് നമ്മുടെ തണുത്ത പാലിൻ്റെ എൻട്രി. പിന്നെ കുറച്ച് വാനില ഐസ്ക്രീമും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു വലിയ ക്യാരറ്റും ഒരു പകുതി പപ്പായയും 1.5 കപ്പോളം തണുത്ത പാലും കുറച്ച് വാനില ഐസ്ക്രീമും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. നമ്മളെടുക്കുന്ന പപ്പായയുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ കുറച്ച് അലങ്കാര പണികളാണ്. പോമഗ്രാനൈറ്റും കുറച്ച് നട്ട്സ് കട്ട് ചെയ്തതുമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ബദാമും കാഷ്യൂം മുന്തിരിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ പപ്പായ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. അലങ്കാരപ്പണികൾ ഒട്ടും കുറയ്ക്കണ്ടെന്ന് വിചാരിച്ച് മുകളിൽ കുറച്ച് ഐസ്ക്രീമും പോമഗ്രാനൈറ്റും നട്ട്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ നമ്മുടെ വയറ് നിറയും. ഇതുപോലത്തെ റെസിപ്പീസിന് കൂടെ കൂടിക്കോ.